ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിതാ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ബിരിയാണിയല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കൂടെ നമുക്ക് നോക്കാം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ സവാള, തക്കാളി, ക്യാരറ്റ്, പൂനാരങ്ങ നീര്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, പിന്നെ കുറച്ച് 1 കിലോ അരിയും. അപ്പോൾ കുക്കറിലേക്ക് ഇതാ ഉള്ളിട്ട് എടുത്തിട്ടുണ്ട്, തക്കാളി ഇട്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പൂനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. 1.5 പൂനാരങ്ങ നീരാട്ടോ എടുത്തത്. പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുരട്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് 1 സ്പൂണോ 1.5 സ്പൂണോ എത്ര ആണെങ്കിലും കുറച്ച് ഗരം മസാല, അതായത് ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ അതല്ല സൺഫ്ലവറോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെക്കുക. വേറൊരു പാത്രത്തിൽ ഇതാ നെയ്യും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വലിയ ഉള്ളി, പിന്നെ ചപ്പ്, പുതിന, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഏലക്കായ, പട്ട, കറാമ്പൂ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരു പാത്രം അരിയാണ്, അപ്പോൾ അതിന് 2 പാത്രം വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോഴേക്കും ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുക്കർ നിന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല വാഴയില വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വെന്ത ചോറ് നമ്മൾ ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ ദമ്മിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു 20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവി വേവിച്ചെടുക്കണം. ആവിയിലൊന്ന് 20 മിനിറ്റ് വെക്കണം. അപ്പോൾ അതെ നമ്മളത് എല്ലാം സെറ്റാണ്. അപ്പോൾ ആവി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.